1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ. ഈ ബോർഡ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ന് നമ്മളുള്ളത് കേരളത്തിൽ ഈ ആശയം ഹിറ്റാക്കിയ ഒരു ജ്വല്ലറി ബ്രാൻഡിനൊപ്പമാണ്. പറക്കാട് ജ്വല്ലേഴ്സ്. എനിക്ക് തോന്നുന്നു 350 അല്ല 400 രൂപയാണ് ഒരു ഗ്രാമിനുള്ളൂ ആ സമയത്ത്. ആ ഒരു സമയത്താണ് ഇതിലേക്ക് വരുന്നത്. ഗണപതി വിഗ്രഹമാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. പിന്നെ അത് 1 മാസം 2 മാസം പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എക്സിബിഷനിൽ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ. വിജയിച്ച വഴിക്ക് പിന്നെ കൊച്ചിയിൽ തുടങ്ങി, പിന്നെ ട്രിവാൻഡ്രം തുടങ്ങി, കോട്ടയം, കാലിക്കറ്റ്, അങ്ങനെ വിജയിച്ച എല്ലാ സെന്ററുകളിലും പതുക്കെ തുറന്നു. അത് നമ്മൾ സെലിബ്രിറ്റീസിനെല്ലാം വേണ്ടിയിട്ട്, ഫിലിമിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. ഗോൾഡിൽ ചെയ്യുന്ന അതേ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് തന്നെയാണ് നമ്മളുടെ ഓർണമെൻറ്റ്സ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ജ്വല്ലറീസ് ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. കേരളത്തിലെ ജ്വല്ലറി ബിസിനസ് രംഗത്തെ സാധാരണക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റി എഴുതിയ ഒരു വനിതയുണ്ട് നമുക്കൊപ്പം. പ്രീതി പറക്കാട്. നമസ്കാരം. നമസ്കാരം. പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ 1 ഗ്രാമിൽ പൊതിഞ്ഞ തങ്കാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എന്ന ആശയം ഹിറ്റാണല്ലോ. എന്താണ് ഈ ആശയത്തിലേക്ക് നയിച്ചത്? തുടക്കം നമ്മൾ ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു. അപ്പോൾ ഗോൾഡിൽ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം നമ്മളൊരു സ്വർണ്ണലോകം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു എക്സിബിഷൻ കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുതിയ പുതിയ ആശയങ്ങളും ട്രെൻഡും കളക്ഷൻസും ഡിസൈൻസും ഒക്കെ പഠിക്കുക എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മളൊരു ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ എന്നും പറഞ്ഞ് ഒരു പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് നല്ല പൊലിമയുണ്ടായിരിക്കും. ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രഡീഷണൽ ഡിസൈൻസ് ആയിരിക്കും, നല്ല പൊലിമയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അത് കണ്ടു അട്രാക്റ്റായി നമ്മളതിൻ്റെ സാമ്പിൾസ് ജസ്റ്റ് വാങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പം പിന്നീട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പം അതിൻ്റെ ഒരു ഡീമെറിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല പൊലിമയാണ്. 5 പവനൊക്കെ, അന്നൊക്കെ 5 പവൻ്റെയൊക്കെ വളയൊക്കെ ഇടും. ഞാനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യുമായിരുന്നു. അന്ന് 5 പവൻ്റെ വീതിയൊക്കെയുള്ള വളയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അത്രയും പൊലിമയൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര വലിപ്പം കൂടുതലായിരിക്കും. നമ്മൾ ഇപ്പോൾ ഒന്ന് ഊരി തരാൻ പറഞ്ഞു, അയ്യോ നല്ല ഡിസൈനാണല്ലോ ഒന്ന് ഊരി തന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിന് വെയിറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബാങ്കിളായിരുന്നു. അപ്പോൾ ആ ഒരു ആശയം കണ്ടപ്പോൾ, വേറൊന്നുമല്ല, നമ്മുടെ പഴയ അമ്മമാരുടെ മേക്കാമോതിരമൊക്കെ ഇല്ലേ, കാതിലിടുന്ന തോട, അങ്ങനെയുള്ള ഉള്ളിൽ അരക്ക് വെച്ച് ചെയ്യുന്ന അതിൻ്റെ തന്നെ അതിന് ഉള്ളിൽ ഗോൾഡ് ആയിരിക്കില്ല, അരക്കായിരിക്കും. അതിൻ്റെ ഒരു പുതിയ മെത്തേഡ്, ഫൈബർ ഉള്ളിൽ വെച്ചിട്ട് പുറമേ തങ്കത്തിൽ പൊതിയുക എന്നുള്ള. അപ്പം നമ്മളങ്ങനെ കുറച്ച് ഈ ആഭരണങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമായി. പക്ഷെ തന്നെയല്ല, അതിൻ്റെ കൂടെ നമ്മളൊരു ലൈറ്റ് ഇതേപോലെ തന്നെ ഒരു ഗണപതി വിഗ്രഹം കണ്ടു. അപ്പോൾ ഈ ഗണപതി വിഗ്രഹമാണ് നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. അതിനെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 5 പവൻ്റെ പൊലിമയൊക്കെ ഉണ്ട്. പക്ഷേ വിഗ്രഹം നമ്മൾ എടുക്കുമ്പോൾ അതിന് വെയിറ്റ് കുറവാണ്. അപ്പോൾ ഭയങ്കര ഒരു കൗതുകം. പുറമേ റിയൽ ഗോൾഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗണപതി വിഗ്രഹമാണ്. അന്ന് പോന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമുക്ക് വാങ്ങാൻ പറ്റുമോ, അയ്യോ ഇത്രയും 5 പവൻ്റെയൊക്കെ വലിപ്പമുള്ള വലിയൊരു വിഗ്രഹം വാങ്ങി നമ്മുടെ ഗോൾഡ് ജ്വല്ലറിയിലാണെങ്കിൽ കൊണ്ടുവച്ച്, ഇപ്പം നാട്ടിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്നൊന്നും പറയുന്ന ഇത്രയും വലിയ തിങ്സ് ഒന്നും അങ്ങനെ ആഭരണങ്ങൾ ചിലപ്പോൾ വാങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ കരുതിയിട്ടും ഒരെണ്ണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടപ്പോൾ ഇതിന് വില എത്ര വരും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി വണ്ടറായിപ്പോയി. അപ്പം ഒരു ഗ്രാമിൻ്റെയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെയുള്ള ഒരു വില, ഒന്നല്ല ഒരു 2-3 ഗ്രാമിൻ്റെ വിലയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ വണ്ടറടിച്ചു. പിന്നെ ഇതേക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഗണപതി വിഗ്രഹമാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. ശരിക്കും ഹസ്ബൻഡാണ്
ഈ ഒരു ആശയം കൊണ്ടുവന്നത്. നമ്മൾ ഗോൾഡ് ജ്വല്ലറി നല്ല രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ആശയം മനസ്സിൽ കയറി അത് ഉടക്കി. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാലും നമ്മളുടെ തന്നെ ജ്വല്ലറിയിൽ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരുമല്ലോ, സാധാരണക്കാരായിട്ടുള്ളവരും വരും, മിഡിൽ ക്ലാസ് ആളുകളും വരും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചില ഓർണമെൻറ്റ്സ് ഇഷ്ടമാകും, നമ്മളുടെ കയ്യിലുള്ള കളക്ഷൻ ഇഷ്ടമാകും, പക്ഷെ അത്ര വാങ്ങാനുള്ള ബഡ്ജറ്റ് കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും, അയ്യോ അതെനിക്ക് ഇഷ്ടമായി പക്ഷെ അത് വാങ്ങാനുള്ള ബഡ്ജറ്റില്ല, പകരം നമുക്ക് കോംപ്രമൈസ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ ബഡ്ജറ്റിനൊത്തിട്ടുള്ള ഒരു ആഭരണം വാങ്ങിയിട്ട് പോകും, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യാൻ, അത്രയിൽ വാങ്ങാൻ പറ്റുള്ളൂ, കയ്യിലുള്ള കാശിനെ സ്വർണം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മളുടെ മനസ്സിൽ കിടന്നപ്പോൾ സാധാരണക്കാരുടെയും പോക്കറ്റിൽ ഒതുങ്ങുന്ന, എന്നാൽ നമുക്ക് കോൺഫിഡൻസ് തരണം, ക്വാളിറ്റി വൈസ് ഇത് ഗോൾഡ് എന്ന് തന്നെ വേണം, അലർജി ഒന്നും ഉണ്ടാവരുത്, അതുപോലെ തന്നെ എക്കണോമിക് ആയിരിക്കണം, പക്ഷെ കണ്ട ഒരിക്കലും ആർക്കും ഗോൾഡ് അല്ലാന്ന് മനസ്സിലാവരുത്, കോൺഫിഡൻസോടുകൂടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആഭരണം. അങ്ങനെ ഒരു തോട്ട് ഈ ഒരു ഗണപതി വിഗ്രഹമാണ് ശരിക്കും നമുക്ക് തന്നത്. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പിന്നെ നമ്മൾ നിരീക്ഷണങ്ങളായി ഒരുപാട് അങ്ങനെ പഠിച്ച് പിന്നെ ഇങ്ങനൊരു തുടർന്നു. അതെ, അങ്ങനെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. സ്വർണ്ണാഭരണ ബിസിനസ് രംഗത്ത് വനിതകൾ അപൂർവമാണല്ലോ, എങ്ങനെയാണ് ബിസിനസ് രംഗത്ത് എത്തുന്നത്? ഞാനൊക്കെ ശരിക്ക് ഞാനൊരു ബിസിനസ്സുകാരിയൊന്നും അല്ലായിരുന്നു, പഠനം കഴിഞ്ഞ് MBA ആയിരുന്നു. ഒരു ജോലിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. ഒരു ജ്വല്ലറി ഓണറാണ് പ്രകാശ് പറക്കാട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ കൂടി ഇപ്പം നമ്മളിങ്ങനെ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും എന്ന് പറയുന്ന പോലെ, അപ്പോൾ ജോലിക്ക് വിടില്ല എന്ന് കല്യാണത്തിൻ്റെ സമയത്തെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് MBA അല്ലേ, ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ പാടില്ലേ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കേട്ടപ്പോൾ അതും ഇഷ്ടമായിട്ട് തോന്നി. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക്. എൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്, അപ്പോൾ അതുകൊണ്ട് ബിസിനസ് വേണ്ടാന്നൊരു മനസ്സായിരുന്നു. പക്ഷേ പ്രപ്പോസൽ വന്ന് അത് അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ ബിസിനസ്സിലൊക്കെ, അപ്പോൾ ഗോൾഡ് അല്ലെ ജ്വല്ലറിയാണ് ലേഡീസിന് പറ്റിയതാണെന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ വന്നു. കുട്ടികൾ ഒന്ന് പ്ലേ സ്കൂൾ ലെവലൊക്കെ ആയപ്പോൾ പതുക്കെ ഇതിൻ്റെ മാനുഫാക്ചറിങ് രംഗത്തിറങ്ങി, ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. പതുക്കെ അതിൻ്റെ അക്കൗണ്ട്സ്, പ്രൊഡക്ഷൻ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ പാഷൻ ഇങ്ങനെ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള ഹോസ്പിറ്റാലിറ്റി, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ പതുക്കെ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്തു എന്നല്ല, നമ്മളെ ഏൽക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഇപ്പം നന്നായി പോകുന്നു. 3 പതിറ്റാണ്ടായിട്ട് ബിസിനസ് കൈകാര്യം ചെയ്യാനല്ലേ, വനിത എന്ന നിലയിൽ ബിസിനസ്സും ഫാമിലിയും ഒക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു. എന്തൊക്കെ ചാലഞ്ചസ് ആണ് നേരിട്ടിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചലഞ്ചസ് എന്നൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം നിന്നിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും നമ്മളോടൊപ്പം കൂടി ചേർന്ന് നിന്ന് സപ്പോർട്ടുണ്ട്. കാര്യം ജ്വല്ലറി ഫീൽഡ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് 2 ആൺമക്കളാണ്, അവർക്ക് കുറച്ചുകൂടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ് മൂത്തയാൾക്കൊക്കെ കുറച്ചുകൂടെ താല്പര്യമുള്ളത്. എന്നാലും എൻ്റെ 2ാമത്തെ മകൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ആൾക്ക് അതിനകത്ത് നല്ല ടാലൻ്റുണ്ട്, എക്സ്പേർട്ടാണ്, ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ആൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ ഒന്ന് നോ പറയാതിരിക്കുക, നോ നത്തിങ്, അങ്ങനെ ഉള്ള നെഗറ്റീവ്സ് ഉപയോഗിക്കാതിരിക്കുക. നെഗറ്റീവ്സ് ഇല്ല, എനിക്ക് നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ചലഞ്ചസ് വരുമ്പോൾ അത് നമുക്ക് ഏറ്റവും ഇഷ്ടമാണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുക, അതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ എനിക്കങ്ങനെ ഒരു വലിയ ഒബ്സ്റ്റക്കിൾസ്, നമ്മൾക്ക് നടത്താൻ പറ്റാത്ത കാര്യങ്ങളല്ലേ, ഭയങ്കര പ്രശ്നങ്ങൾ, അതൊന്നുമില്ല. പിന്നെ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നടക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം നടക്കും. അപ്പോൾ പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട്. പക്ഷേ പ്രശ്നമായിട്ട് കാണാതിരുന്ന അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം യൂണിവേഴ്സ് നമുക്ക് നടത്തി തരും. ഞാൻ കേട്ടിട്ടുണ്ട് എക്സിബിഷനുകളിലൂടെയായിരുന്നു പിന്നീട് വലിയ സ്വീകാര്യത ലഭിച്ചത്. അന്ന് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എക്സിബിഷനുകളിലല്ല, പറക്കാട്ടിൻ്റെ തന്നെ എക്സിബിഷൻ. അപ്പോൾ എറണാകുളത്തൊക്കെ ഇങ്ങനെ നമ്മൾ വലിയ എക്സിബിഷൻസ് നടക്കാറില്ലേ, ദർബാർ ഹാളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ടല്ലോ. അതുപോലെ നമ്മൾ നമ്മുടേതായിട്ട്
എക്സിബിഷനായിട്ട് തുടങ്ങിയത്. ശരിക്ക് 3 ദിവസമോ അല്ലെ 7 ദിവസത്തേക്കുള്ള എക്സിബിഷനൊക്കെ ആയിട്ട് ആദ്യം പ്രദർശനവും വിൽപ്പനയും എന്ന് പറഞ്ഞ് ശരിക്കും അതിൻ്റെ നോട്ടീസ് പോലും അങ്ങനെയായിരുന്നു, മഹാ അത്ഭുതം എന്നൊക്കെ കൊടുത്തിട്ട്. അപ്പം മഹാ അത്ഭുതം പോലെ ആളുകൾ, അതായത് 5 പവൻ പൊലിമയും ബലവും ഈടും നിൽക്കുന്ന ഗ്യാരണ്ടിയും ഒക്കെയുള്ള ഒരാഭരണം എന്നും പറഞ്ഞൊരു പരസ്യം തന്നെ അങ്ങനെയായിരുന്നു. ആ പരസ്യം തന്നെ ക്ലിക്കായി. 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വരെ മാർക്കറ്റിൽ കേൾക്കാത്ത ഒരു പേര്, കാണാത്ത ഒരു രൂപം, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നപ്പോഴത്തേക്കും ആളുകൾ ശരിക്കും എക്സിബിഷനിലെന്ന് പറഞ്ഞാൽ ശരിക്കും എക്സിബിഷൻ ഹാളിൽ ഷട്ടർ ഇട്ടിട്ട് സെയിൽ ചെയ്യേണ്ട, അതായത് ബാച്ച് ആളെ കയറ്റി വിട്ടിട്ട് വരുന്ന ആ ഒരു തിരക്ക് വന്നു. എറണാകുളത്ത് നമ്മൾ ഒരു 3 ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങി, അത് 7 ദിവസമായി, പിന്നെ അത് 1 മാസം 2 മാസം, പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എക്സിബിഷനിൽ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ, എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലൊക്കെ, അവിടെയൊക്കെ വുഡ്ലാൻഡ്സ് ഹോട്ടൽ അവിടെയൊക്കെ എക്സിബിഷൻ ചെയ്തു. പിന്നെ ജോസ് എന്ന് പറയുന്ന വേറൊരു ജ്വല്ലറി ആയിരുന്നു, അത് ക്ലോസ് ചെയ്ത് പോയപ്പോൾ ആ ജ്വല്ലറി എടുത്ത് അവിടെ 2 ഫ്ലോറിൽ നമ്മൾ എക്സിബിഷൻ ചെയ്തു. അപ്പോൾ ആളുകളിങ്ങനെ ഇടിച്ചു കയറി വന്ന് വാങ്ങുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് കണ്ടു. അപ്പോൾ പിന്നെ അവിടെ കൊച്ചി കഴിഞ്ഞപ്പോൾ അടുത്തത് നമ്മുടെ ട്രിവാൻഡ്രം ആണല്ലോ ബെസ്റ്റ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മളിതുപോലെ ലൂസിയ ഹോട്ടൽ, അങ്ങനെ കുറേ ഹോട്ടൽസിലൊക്കെ എക്സിബിഷൻ ചെയ്തു. അപ്പോൾ അവിടെ അത് സക്സസ് ആയി. പിന്നീട് നമ്മൾ വീണ്ടും കോട്ടയം, കാലിക്കറ്റ്, അങ്ങനെ എല്ലായിടത്തും എക്സിബിഷൻസ് വെച്ചു. അപ്പോൾ വെച്ചെടുത്തെല്ലാം നല്ല വിജയമായിരുന്നു. അപ്പോൾ വിജയിച്ച വഴിക്ക് പിന്നെ അപ്പോൾ കൊച്ചിയിൽ തുടങ്ങി, പിന്നെ ട്രിവാൻഡ്രം തുടങ്ങി, കോട്ടയം, കാലിക്കറ്റ്, അങ്ങനെ എക്സിബിഷൻ വിജയിച്ച എല്ലാ സെൻറ്ററുകളിലും പതുക്കെ ഔട്ട്ലെറ്റുകൾ തുറന്നു. ഇപ്പം 100 ഔട്ട്ലെറ്റുകളിൽ എത്തി നിൽക്കുന്നു. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു 3 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ സ്വർണ്ണവില ഏതാണ്ട് 4000 രൂപയിലായിരുന്നു. യെസ്. അന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 350 അല്ല 400 രൂപയാണ് ഒരു ഗ്രാമിനുള്ളൂ ആ സമയത്ത്. അങ്ങനെ ആ ഒരു സമയത്താണ് ഇതിലേക്ക് വരുന്നത്. ഇന്ന് 1,14,000 രൂപ അല്ലേ പവനെത്തി നിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ജെൻസികൾ നമ്മുടെ 1 ഗ്രാം തങ്കാഭരണത്തെ സ്വീകരിക്കുന്നത്? ജെൻസികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഇതിലേക്ക് വരുന്നത് കൂടുതലും. കാരണം കുട്ടികൾ പറയുന്ന അറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ, സാധാരണ നമ്മുടെ ഡ്രസ്സ് കൺസെപ്റ്റ് മാറി. പഴയ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാരീസായിരുന്നു, പിന്നെ അത് ചുരിദാറുകളിലേക്ക് മാറി, പിന്നെ ഇപ്പോൾ മോഡേൺ ഒരുപാട് കോസ്റ്റ്യൂംസ് ഉണ്ട്. ഇതിൻ്റെ ഒന്നും കൂടെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഇടുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പോയി. പിന്നെ ഒന്ന് സേഫ്റ്റി, ജെൻസി കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീഡം ഉദ്ദേശിക്കുന്നു, അവർ എല്ലായിടത്തും നൈറ്റും ഒക്കെ ട്രാവൽ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ അത് കൂടാതെ ട്രെൻഡി ആയിരിക്കുക. ട്രെൻഡി ആയിട്ട് ഇപ്പോൾ മാറി ഉപയോഗിക്കണ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മേക്കിംഗ് ചാർജ് വരും. അപ്പം ഒരു തവണ വാങ്ങിയിട്ട് അത് മാറ്റി എപ്പോഴും ഗോൾഡ് ഡിസൈൻസിൽ മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുന്ന കുട്ടികളുടെയൊക്കെ സ്കിന്നെന്ന് പറയുന്നത് ഒരുപാട് ഡെലിക്കേറ്റാണ്. സാധാരണ ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാൻസി ആയിട്ടുള്ള ജ്വല്ലറിയൊക്കെ കുട്ടികൾക്ക് വാങ്ങിയിടാൻ താല്പര്യമുണ്ട്. പക്ഷേ ഈ ചില ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ ചിലർക്ക് അലർജി പ്രോബ്ലമൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാറി ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നീട് വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അതായത് വാങ്ങി 1 വർഷമൊക്കെ ഉപയോഗിച്ചു, ബോറടിച്ച് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യണ്ട, നേരെ കൊണ്ടുവരിക പറക്കാട്ടിൽ 50% എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ 1 വർഷവും കൂടെ കഴിഞ്ഞാൽ 2 ഇയറൊക്കെ ആയ ഒരു 40% എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് കുട്ടികളെപ്പോഴും മാറി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കും. അപ്പോൾ അവരുടെ സേഫ്റ്റി, സ്കിന്നിന് അലർജി ഇല്ല, പിന്നെ കോൺഫിഡൻസോട് കൂടിയിടാം ഓഫ് കോഴ്സ്. കാരണം എവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ പറക്കാട്ടിൽ നിന്ന് ചിലപ്പോൾ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭീമയിൽ നിന്ന് വാങ്ങിയാൽ ആലപ്പാട്ടാലുക്കസിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ പേരൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു കോൺഫിഡൻസിൽ ഇത് ഡയമണ്ടാണ്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാനാണ് നമ്മളുടെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജെൻസി കുട്ടികൾ ഇപ്പോൾ അവർക്ക് ഗോൾഡ് എന്ന് തന്നെയൊന്നും നിർബന്ധമൊന്നുമില്ല, അങ്ങനെ പറയണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഡിസൈൻസ് യുണീക്കായിരിക്കും, കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ എന്താ പറയുക, അവർ ഫെയ്ഡ് ആവുന്ന ഒരു പ്രശ്നമില്ല, വാഷബിളാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഓർണമെൻറ്റ്സ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഊരി വെക്കണം, വേർക്കാൻ പറ്റത്തില്ല, സോപ്പ് പറ്റാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇമിറ്റേഷൻ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ കളർ പോവും, അവിടെ ഇവിടെയൊക്കെ വെളുത്ത് വരും. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുട്ടികൾ ഒരുപാട് പേര്, പിന്നെ ഏറ്റവും കൂടുതൽ ജെൻസി കുട്ടികൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ
കല്യാണങ്ങൾ വരുമ്പോഴാണ്, ആഘോഷങ്ങൾ വരുമ്പോഴാണ്. കാരണം കല്യാണത്തിന് വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള ഗോൾഡ് ജ്വല്ലറി വാങ്ങുക എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. അപ്പോൾ വൺ ടൈം യൂസ് ആണല്ലോ. പക്ഷേ ഫോട്ടോയിലെല്ലാം നല്ല തിളങ്ങി ഗ്ലാമറായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറിയുടെ ആണെങ്കിലും ഫോട്ടോസ് ഇങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വനിത പോലുള്ള മാഗസിൻസിൻ്റെ പേജ് കീറി കൊണ്ടുവരുന്നവരായിരുന്നു ആൾക്കാർ. ഇപ്പം എന്ന് പറയുമ്പോൾ ടെക്ക് ആയല്ലോ. ഇപ്പോൾ കുട്ടികൾ ഫോണിൽ കാണിച്ചു തരും, അവർ സെലക്ട് ചെയ്തുള്ള ഓർണമെൻറ്റ്സുമായിട്ട് വരും, ഫോട്ടോ കാണിച്ചു തരും. ആ ഫോട്ടോയിലുള്ള ഡിറ്റോ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും, ഡിറ്റോ ചെയ്തു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ജെൻസികൾ ഭയങ്കരമായിട്ട് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ജ്വല്ലറി ബിസിനസ് രംഗത്തെ മാറുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ജ്വല്ലറി രംഗം ഇങ്ങനെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇപ്പോൾ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കൺസേൺ ആയതുകൊണ്ട് ആളുകൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിലേക്ക് ഒരുപാട് മാറി. പിന്നെ ഇപ്പം 18 ക്യാരറ്റ് ഒരു ട്രെൻഡാണ്. 18 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം വില വീണ്ടും വീണ്ടും കൂടുമ്പം 14 ആയി. പിന്നെ ഇപ്പം 9 ക്യാരറ്റ് വരെ എത്തി നിൽക്കുവാണ്. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ ഇതിനെല്ലാം വരുന്ന മേക്കിംഗ് ചാർജ് കൂടുതലായിരിക്കും. അത് എല്ലാവർക്കും ഒന്നും അത്രയും അവെയർ അല്ല. കാരണം ഗോൾഡിൻ്റെ റേറ്റിൽ കുറവ് വരുന്നു. പക്ഷെ ഇപ്പുറത്തെ ഒരു ലോസ് വേറെ വരുന്നുണ്ട്. മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ 24 ചെയ്യുന്ന അത്രയും തന്നെ അതിൽ കൂടുതൽ മേക്കിംഗ് ചാർജ് വരും. അതൊരു ഡീമെറിറ്റാണ്. എങ്കിലും ആ ട്രെൻഡിനൊപ്പം ഇപ്പോൾ ട്രെൻഡിനൊപ്പം മാറുക എന്നാണല്ലോ ആളുകൾ. പിന്നെ റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനെ വരുന്നല്ലോ. സാധാരണ സ്വർണ്ണാഭരണങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പം നമ്മുടെ ജ്വല്ലറിയുടെ ഏറ്റവും വലിയ ആകർഷണം തോന്നുന്ന പണിക്കൂലിയും കുറവാണ് അല്ലേ? എങ്ങനെയാണ് നമ്മുടെ പണിക്കൂലിയൊക്കെ വരുന്നത്? പണിക്കൂലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൽ ചെയ്യുന്ന അതേ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് തന്നെയാണ് നമ്മളുടെ ഓർണമെൻറ്റ്സ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ജ്വല്ലറീസ് ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. പിന്നെ കൽക്കത്ത ഓഫ് കോഴ്സ് അങ്ങനെയുള്ള അല്ലെ ഇറ്റാലിയൻ അല്ലെ ജർമ്മൻ അങ്ങനെയൊക്കെയുള്ള ഡിസൈൻസ് ഉണ്ട്. കേരളത്തിലെന്ന് മാത്രമല്ല, കേരള ട്രഡീഷൻസ് എല്ലാം ഉണ്ട്. എല്ലാ ട്രഡീഷണൽ വർക്കുകളും ഉണ്ട്. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവർക്കും പറ്റിയ ഓർണമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് അല്ലെ ഇന്ത്യയിലെ എല്ലാ കൺസെപ്റ്റുകളും ഉണ്ട്. പിന്നെ നമുക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഷോറൂംസ് ഉള്ളതുകൊണ്ട് പുറമേയുള്ള കൺസെപ്റ്റുകൾ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഏത് വേണമെങ്കിലും, എന്ത് കളക്ഷൻ വേണമെങ്കിലും പറക്കാട്ടിൻ്റെ കളക്ഷനിലുണ്ട്. ബിസിനസ് രംഗത്ത് കൊണ്ടുവന്ന ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്? ഒരുപാട് പുതിയ ടെക്നോളജി ഇപ്പോൾ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ഈ കസ്റ്റമൈസേഷൻ എന്നൊന്നും പറയുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറിയിലൊന്നും അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് ഏറ്റവും നമ്മളെന്താ ആഗ്രഹിക്കുന്നോ അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓർണമെൻറ്റ്സ് കൂടാതെ തന്നെ കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ്, ഐഡൽസ്, മെമൻറ്റോസ് അങ്ങനെയുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട്. സെലിബ്രിറ്റികളൊക്കെ അത് നമ്മൾ സെലിബ്രിറ്റീസിനെല്ലാം വേണ്ടിയിട്ട് ഫിലിമിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈവൻ മെമൻറ്റോസ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇപ്പം ഇന്ത്യൻ പ്രസിഡൻറ്റിന് നേവൽ ബേസ് കൊടുത്തത് പറക്കാട്ടുണ്ടാക്കിയ ദ്രോണാചാര്യ വിഗ്രഹമാണ്. അദ്ദേഹം നേവൽ ബേസിൽ വന്നപ്പോൾ പിന്നെ അതേപോലെ തന്നെ മോദിജിയെ കാണാൻ പോയപ്പോൾ ലാലേട്ടൻ കൊടുത്ത് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് പർപ്പസിന് ഇപ്പോൾ എന്താ പറയുക, ഹൗസ് വാമിങ് അല്ലെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെയുള്ള ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ജ്വല്ലറീസും പോകുന്നുണ്ട് ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിന് പറ്റിയ ഇപ്പോൾ ദീപാവലി ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം അങ്ങനെ പോകുന്നുണ്ട്. ഇതിലൂടെ ബിസിനസ് പിന്നീട് വിപുലീകരിക്കുമായിരുന്നു അല്ലേ? അതെ അതെ അതെ. ജ്വല്ലറികളിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും മൂവിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഏതൊക്കെയാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ പോകുന്നത് ടർക്കിഷ് ഡിസൈൻ നല്ല മൂവിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ്. കുറച്ചുകൂടെ ഇപ്പം മുസ്ലിം, ക്രിസ്ത്യൻ കാറ്റഗറിക്കൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. അതാകുമ്പോൾ 3 ടോണൊക്കെ ചെയ്യുകയും ചെയ്യാം. മീൻസ് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും 3 ടോൺ മിക്സ് ചെയ്തൊക്കെ വരുന്നതിന് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ കൂടുതലും മാറ്റ് ഫിനിഷുള്ള ഓർണമെൻറ്റ്സ് കൂടുതൽ പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് പിന്നെ ചെട്ടിനാട് കളക്ഷൻ കുറേ നാളുകളായിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ്. എന്നാലും എല്ലാം റോസ് ഗോൾഡ് നമ്മൾ അധികം പ്രിഫർ ചെയ്യാറില്ല. ചോദിച്ചാൽ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളൂ. റോസ് ഗോൾഡിന് കുറച്ച് നമ്മളുടെ പ്രോസസ്സിൽ അത് കുറച്ച് ലാസ്റ്റിങ് കുറവാണ്. ഈവൻ ഗോൾഡിലും കളർ ഫെയ്ഡ് വരും. ഗോൾഡിലാകുമ്പോൾ കളർ ഫെയ്ഡായി ഓർത്ത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്ക് വരുമ്പോൾ അതൊരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ അതിനെ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. വൈറ്റ് ഗോൾഡ് ചെയ്ത് കൊടുക്കും.
ഏത് വേണമെങ്കിലും. അവൈലബിൾ ആണ്. ആ. എത്ര നാൾ ഈട് നിൽക്കും നമ്മുടെ ഒരു ആഭരണം? നമ്മളുടെ ഓർണമെൻറ്റ്സിന് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരഞ്ഞു പോകാതിരുന്ന ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് വരാതിരുന്നു കഴിഞ്ഞാൽ ഓർണമെൻറ്റ്സിന് കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ വേണേൽ ലൈഫ് ടൈം യൂസ് ചെയ്യാം. വാഷബിളാണ്, അതൊന്നും പ്രശ്നമില്ല. അതേപോലെ വിലയുടെ പ്രശ്നം വരുന്നില്ല, ആർക്കും വാങ്ങാം. അതെ 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 അതെ, സേഫാണ്. കള്ളന്മാരെ പേടിക്കണ്ട, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. കള്ളന്മാർ കണ്ട ഇത് എടുത്തുകൊണ്ട് പോവില്ല എന്നല്ല, എടുത്തുകൊണ്ട് പോകും. നമ്മുടെ പറിച്ചിട്ട് പോയാലും ഇപ്പോൾ കഴുത്തിലിട്ടുകൊണ്ട് നമ്മൾ വെളിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിലും തിരക്കുള്ള സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ പോകുമ്പോഴും ലേറ്റ് നൈറ്റൊക്കെ ലേഡീസൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം അത്രയും ഗോൾഡിന് വില കൊടുക്കും. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ജ്വല്ലറി ആണെങ്കിലും പൊട്ടിച്ചുകൊണ്ടൊക്കെ പോവും. എന്നാലും പോയാലും അത്രയിലേ പോവുള്ളൂ. ഊരിക്കൊടുക്കാമല്ലോ വേണമെങ്കിൽ, പൊട്ടിക്കാൻ വരുമ്പോൾ പിടിച്ചു വെക്കണ്ട, എടുത്തോളാൻ വേണേൽ പറയാമല്ലോ നമുക്ക്. അതെ അതെ അതെ, അങ്ങനെ ഒരു എന്തൊക്കെയാണ് ഓണം കളക്ഷൻ? ഓണം കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ്. അതിപ്പോൾ ചെട്ടിനാട് കളക്ഷൻ, നഗാഷി വർക്കിൽ, പിന്നെ ഇപ്പം ഞാനിട്ടേക്കുന്ന ഇതുപോലുള്ള പാലക്ക. ഇത് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ കൽപ്പറ്റ, നമ്മളുടെ ഒരു ഷോറൂമുണ്ട്, അവിടുത്തെ ഒരു കസ്റ്റമർ ഈ ഡിസൈൻ അയച്ചു തന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു പാഷൻ ഈ ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ 3 ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സിന് സെയിം പാറ്റേൺ കൊടുത്തു. അവർ 3 പേരും 3 സ്ഥലത്തിരുന്ന് അവരുടെ 3 ഐഡിയയിൽ ചെയ്തു. കസ്റ്റമറുടെ മുമ്പിൽ നമ്മൾ 3 പാറ്റേണും കാണിച്ചു. അവർ ഒരെണ്ണം ചൂസ് ചെയ്തു, ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തു. പിന്നെ വേറൊരു സൈഡിലേക്ക് നമ്മളുടെ ഇതിലേക്ക് പോയി. അപ്പോൾ അതുപോലെ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ഏത് ഡിസൈൻ പറഞ്ഞാലും ചെയ്യും. ഓണത്തിന് ഒരുപാട് കളക്ഷൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇളക്കത്താലി ഒരു ട്രെൻഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ഓണം സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ലോട്ടസ് ഡിസൈനായിരുന്നു കുറച്ച് ട്രെൻഡായിട്ട് നിന്നത്. ഇപ്പോൾ ഇളക്കത്താലി, പഴയ ഇളക്കത്താലി എൻ്റെ വിവാഹ സമയത്ത് ഞാൻ ധരിച്ചിരുന്നു. ഏകദേശം 30ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇളക്കത്താലി ധരിച്ചിരുന്നു. അന്ന് ട്രെൻഡായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പുതിയ രീതിയിൽ, പുതിയ ഫോമാറ്റിൽ, പഴയ പോലെ വലിയ വീതിയുള്ളതൊന്നുമല്ല, ചെറിയ ഡെലിക്കേറ്റായിട്ട് ഇളക്കത്താലിയൊക്കെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഹോട്ട് സെല്ലിംഗ് ആണ് ഇളക്കത്താലി, ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഹോസ്പിറ്റാലിറ്റി രംഗത്തും നമുക്കിപ്പോൾ സാന്നിധ്യം ഉണ്ടല്ലോ. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഓൾറെഡി ഉള്ള പ്രോജക്റ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. മൂന്നാർ പറക്കാട്ട് നേച്ചർ റിസോർട്ട്. അവിടെ നമുക്കൊരു 120ഓളം റൂംസും ഒക്കെ ആയിട്ട് മൂന്നാറിലെ ദി ബെസ്റ്റ് പ്രോജക്റ്റാണ്. ലക്ഷൂറിയസ്, അത്യാവശ്യം എല്ലാ റൂമുകളും ഡിഫറെൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡ് പ്രകാശ് പറക്കാട്ട്, ആളുടെ ഒരു പാഷൻ എന്ന് പറയുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ. അപ്പോൾ ആളുടെ ഒരു സ്വന്തം ഐഡിയയിൽ വേറെ ഇൻറ്റീരിയർ ഡിസൈനറോ ആർക്കിടെക്റ്റോ എൻജിനീയറോ ഒന്നുമില്ലാതെ സ്വന്തം ഐഡിയയിൽ നിർമ്മിച്ച ഒരു പ്രൊജക്റ്റാണ്. അത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് ഇന്നിപ്പോൾ മൂന്നാറിലെ ദി ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ ചെയിൻ ഓഫ് ഹോട്ടൽസ് എന്നുള്ള ഭാഗമായിട്ട് ഇപ്പം അടിമാലിയാണ് എൻ്റെ നേറ്റീവ് പ്ലേസ്. അപ്പോൾ അവിടെ നമുക്കൊരു ഹിൽ ടോപ്പ്, ഈ മൂന്നാർ നമ്മളൊരു ഹിൽ വാലിയാണ്. അപ്പോൾ ഇതൊരു ഹിൽ ടോപ്പ് പ്രോജക്റ്റായിട്ടൊരു 25 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോട്ടേജസ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി. അത് മേ ബി അത് ഒരു ആയുർവേദിക് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനും ഉള്ളൊരു പ്ലാനുണ്ട്. പിന്നെ ഇവിടെ ഇത് ഹസ്ബൻഡിൻ്റെ പ്രകാശൻ്റെ ജന്മസ്ഥലമാണ് കാലടി നീലീശ്വരം. നീലീശ്വരത്ത് റിവർസ്കേപ്പ് എന്ന് പറഞ്ഞ പുഴ സൈഡിൽ നമ്മുടെ സ്ഥലത്ത് ഇവിടെ ഒരു 10-20-25 റൂമൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർട്ടി. അതിങ്ങനെ ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്, ബട്ട് ഒഫീഷ്യലി റൺ ആയിട്ടില്ല. അപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് എന്നുള്ള ഒരു രീതിയിൽ പോകുന്നു. കുറച്ച് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയിൻ ഓഫ് ഹോട്ടൽസ് എന്നുള്ളൊരു പ്ലാനുണ്ട്. അതിരപ്പള്ളി, വാഗമൺ, അങ്ങനെ വേറെ കുറച്ച് ആലുവ ഒരു സ്ഥലത്ത്, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ അത് പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ജ്വല്ലറി ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ, പിന്നെ ഫർണിച്ചർ, ഇപ്പോൾ ഇതേപോലുള്ള ഫർണിച്ചേഴ്സ്, പിന്നെ ടൈൽ, ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ ഒരു ഫീൽഡാണ്. അത് അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ആ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. ദി എംപറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള വേറൊരു സെക്ഷൻ ഉണ്ട്, അത് വരുന്നു. പിന്നെ ജ്വല്ലറി എൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നിലവിലുള്ളത് കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെയൊക്കെയാണ്, മലേഷ്യ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഷോറൂംസ് ഉള്ളത്.
ഇപ്പോൾ ഒരു എക്സ്പാൻഷൻ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. ചെന്നൈ ഞങ്ങളുടെ പുതിയ ഷോറൂം വരുന്നു. എയർപോർട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നല്ല റെസ്പോൺസ് ഉണ്ട് നമുക്ക് എയർപോർട്ടുകളിലൊക്കെ. നമ്മളുടെ ഷോറൂംസ് ഉണ്ട് ഇവിടെ കൊച്ചി, ചെന്നൈ, കോയമ്പത്തൂരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ട് നോർത്ത് ഇന്ത്യ സൈഡിലേക്കൊക്കെ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനും, മുംബൈ, ഡൽഹി അങ്ങനെ ഉള്ളൊരു എക്സ്പാൻഷൻ ഇപ്പം നടക്കുവാണ്. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. അങ്ങനെ പോകുന്നു. പിന്നെ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ ഐഡൽസ് അങ്ങനെയുള്ളതിന് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഷനിലേക്ക് പോകുന്നു. ഓക്കെ, പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ ഓണം പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഫാമിലി സാധാരണ ഞങ്ങളെല്ലാവരും കൂടെ പറക്കാട്ട് ഫാമിലി എല്ലാവരും കൂടെ, നമ്മളുടെ തറവാട് വീടാണ്, അവിടെ എല്ലാവരും കൂടെ കൂടും. അപ്പോൾ ഒരുപാട് കളികളും പഴയ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ എല്ലാവരും നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്തു വരും. പക്ഷേ അതിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, കേരള ഈ സദ്യ വിഭവങ്ങളില്ലേ, എല്ലാവർക്കും ഓരോ ലിസ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ചിരുന്ന് ഓണം ഓണം കൂടുന്ന ഒരു വലിയൊരു ഫാമിലി. അത് 8 മക്കളാണ് പ്രാസനൊക്കെ. അപ്പോൾ എല്ലാ ഫാമിലിയും ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ഓണം കൂടുന്ന ഒരു പതിവുണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു ആശയത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിനുള്ളിലേക്കും കേരളത്തിന് വെളിയിലേക്കും രാജ്യാന്തര തലത്തിലും ഒക്കെ പടർന്ന് പന്തലിച്ച ഒരു ബ്രാൻഡാണ് പറക്കാട് ജ്വല്ലേഴ്സ്. ഈ ഒരു ജ്വല്ലറി വിശേഷങ്ങളെല്ലാം നമ്മളോട് പങ്കുവെച്ചത് പറക്കാട് ജ്വൽസ് സാരഥി പ്രീതി പറക്കാട് തന്നെയാണ്. എല്ലാ മലയാളികൾക്കും പറക്കാട് ജ്വൽസിൻ്റെയും പറക്കാട് നേച്ചർ റിസോർട്ടിൻ്റെയും മൈഫിൻ TVയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.